ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് വരുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്. കാരണം ഈ ടോപ്പിക്ക് ഞാൻ ഇന്ന് എടുത്തതിൽ കാര്യം നമ്മുടെ UAE-യിൽ 2 ദിവസം മുമ്പ് ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചിരുന്നു. അത് സംഘടിപ്പിച്ചത് മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിലെ, അതായത് കേരളത്തിലെ കുസാറ്റ് സംഘം വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്നിട്ട് അവർ നടത്തിയ ഒരു സംഗമമായിരുന്നു. പക്ഷെ അത് നടന്നിരുന്ന വെന്യൂ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹാളിലായിരുന്നു. പക്ഷേ അവിടെ ആ അസോസിയേഷനിൽ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ചീഫ് ഗസ്റ്റുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളുമായിരുന്നു. നിങ്ങൾക്കറിയാം, രണ്ടുപേരെയും വളരെ പ്രശസ്തരാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റിന് വേണ്ടി വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള 2 വ്യക്തികളാണ്. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഈ വാർത്താ പ്രാധാന്യം വന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്കിന് നമ്മൾ കൊടുത്ത അടിയും തിരിച്ചടിയും എല്ലാം നമ്മളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞു, അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് ഇന്ത്യയെ വളരെ മോശമായി സംസാരിക്കുകയും ഇന്ത്യയിലെ പട്ടാളക്കാരെയും ഇന്ത്യയുടെ ഭരണാധികാരികളെയും വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്നതും നമ്മൾ പുള്ളിയുടെ എക്സ് അക്കൗണ്ട് വഴിയും യൂട്യൂബ് അക്കൗണ്ട് വഴിയൊക്കെ നമ്മൾ കണ്ടതാണ്. പുള്ളി പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ത്യയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്കാരെ കൊന്നിട്ട് അത് പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്, പാകിസ്ഥാൻ ഇതിൽ നിരപരാധികളാണ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ പുള്ളി അത് സംസാരിക്കുകയും വാർത്തകളിലൊക്കെ പുള്ളി ഡിബേറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് വളരെ മോശമായ ആൾക്കാരാണ്, വളരെ ചീപ്പ് ആൾക്കാരാണ് എന്നുള്ള കുറെ കമന്റ്സുകൾ പുള്ളിയുടെ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിനെ കുറിച്ചിട്ട് അതിമോശമായുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഇത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ പുള്ളിയുടെ എക്സ് അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടും എല്ലാം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള പല ഒരു മലയാളി, അത് ഇന്ത്യയിൽ ഒരു ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കാറില്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും പാകിസ്ഥാൻ സുഹൃത്തുക്കളുണ്ട്, പാകിസ്ഥാന്റെ ആൾക്കാരുടെ എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഒരു സ്നേഹങ്ങളെയും കാര്യങ്ങളെയും എല്ലാം സ്നേഹിച്ച് നമ്മുടെ കൂടെ ഒരു സുഹൃത്തിനെ പോലെ, അതാണ് എനിക്ക് പറയാം, ആ സുഹൃത്തിനെ പോലെ തന്നെ ഉള്ളവരായിരിക്കണം. അല്ലാതെ നമ്മളെ കുറ്റം പറയുകയും നമ്മുടെ രാജ്യത്തെ അധിക്ഷേപിക്കുകയും നമ്മുടെ രാജ്യത്തിനെതിരെ പറയുകയും ചെയ്ത അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. കാര്യം അവർ നിങ്ങളിലുള്ള ഒരാളല്ലേ. നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പറയണം, നമ്മൾ ഇന്ത്യയിലുള്ള ഒരു മനുഷ്യൻ പോലും പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യങ്ങൾ വരുന്നിട്ടില്ല. മനസ്സിലായി? അവരിങ്ങോട്ട് ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്തതല്ലാതെ നമ്മൾ അവരെ അങ്ങോട്ട് കയറി ഒരു കാര്യത്തിന് നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല. മനസ്സിലായി? നമ്മൾ ഒരു പാകിസ്ഥാൻ സുഹൃത്ത് വന്നാൽ പോലും അവനെ അങ്ങോട്ട് മാറ്റി നിർത്തി ഒന്നും നമ്മൾ ചെയ്യില്ല, ഇന്നേ വരെ ഒരു കാര്യത്തിനും ആരും ചെയ്യില്ല. പക്ഷേ ഈ പുള്ളി പറഞ്ഞ പ്രവർത്തികളും പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇന്ത്യക്കെതിരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തിൽ എനിക്ക് വിഷമം ഉണ്ടാവാൻ ഏറ്റവും വലിയ കാരണം അതാണ്. എനിക്ക് വിഷമം ഉണ്ടാകാൻ കാരണം കേരളത്തിലെ, അത് മലയാളികൾ സംഘടിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനിൽ അവരെ വിളിക്കണം. ഇപ്പൊ അവര് അതിന്റെ ന്യായീകരണം പറയാൻ എന്താ, നമ്മൾ വിളിച്ചതല്ല, അവര് വലിഞ്ഞു കയറി വന്നതാണ്, വലിഞ്ഞു കയറി വന്ന് അവർ അറ്റൻഡ് ചെയ്തിട്ട് പോയതാണ്, അത് നമ്മൾ പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹാൾ നേരത്തെ ബുക്ക് ചെയ്തതാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹാൾ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു അറ്റാക്ക് വന്നു, അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അത് മാറ്റിയില്ല? നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് മാറ്റാൻ നിങ്ങൾക്ക് സഹകരിച്ചില്ല? നിങ്ങളൊരു കൂട്ടായ്മ മാത്രമല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് ഒരു വാട്സപ്പിലൂടെ അല്ല നിങ്ങൾക്ക് ഞാൻ എന്റെ വേദി മാറുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നല്ലോ. അല്ലെങ്കിൽ വേറെ എത്ര ഇന്ത്യൻ അസോസിയേഷൻസിന്റെ ഹാൾ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ വേറെ മലയാളി അസോസിയേഷൻസിന്റെ ഹാൾ ഉണ്ടായിരുന്നല്ലോ, അവിടെ എല്ലാം നിങ്ങൾക്ക് ആകാമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ആക്കാൻ നിങ്ങൾ ഈ ഹാള് തന്നെ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്തതാണ് ഒന്നാമത്തെ ആമർശം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ആമർശം, ഓക്കെ, ഇങ്ങനെ 2 പേര് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞങ്ങളുടെ ഫംഗ്ഷൻ ഇങ്ങനെ ഒരു വ്യക്തികളില്ല, നിങ്ങൾ മാറി നിൽക്കൂ, ഞങ്ങളുടെ ഫംഗ്ഷൻ നടത്തട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ചീഫ് ഗസ്റ്റിനെ നിങ്ങളുടെ ഇരുന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ നടത്താമല്ലോ, നിങ്ങൾ എന്തിനാ അതിനെ അനുവദിച്ചു? അങ്ങനെ 2 പേര് അതിക്രമിച്ച് കയറി ഒരാളുടെ ഫംഗ്ഷനിലും കയറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. നിങ്ങളൊക്കെ അവർ 2 പേര് വരുന്നു, അപ്പൊ അവർക്ക് നിങ്ങൾ പറയാ, സാർ ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോളാണ്, സോ ഞങ്ങളുടെ ഫംഗ്ഷൻ ഞങ്ങളെ അനുവദിക്കണം. അപ്പൊ നിങ്ങൾ അതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ 2 വ്യക്തികളെ അവിടെ വന്ന് പ്രസംഗിക്കാനും അവരുടെ കാര്യങ്ങൾ പറയാനും അവരെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തികളെ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അവർ അറിഞ്ഞോ അറിയാതെ അവർ നിർബന്ധിച്ചോ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അനുവദിക്കാതെ നിങ്ങൾ ബുക്ക് ചെയ്ത ഹോൾ, ഓക്കെ, പാകിസ്ഥാൻ അസോസിയേഷൻ ഹോൾ ആയിക്കോട്ടെ, നിങ്ങൾ ബുക്ക് ചെയ്ത ടൈം സ്ലോട്ടിലുള്ള ഹോൾ ഫംഗ്ഷൻ പരിപാടിക്ക് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ബോസ്. സോ ഇതിൽ നിങ്ങൾ കാണിച്ചത് വളരെ തെറ്റ് തന്നെയാണ്. എനിക്ക് അതിനകത്ത് ഇനി ഒരു ഇതുമില്ല. അതിനകത്ത് എനിക്ക് മലയാളം എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും. നിങ്ങൾ ഓരോ വ്യക്തികളും, ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളിലും എനിക്ക് ഇതിന്റെ അമർഷം ഞാൻ നേരിട്ട് അറിയിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇനിയെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ, ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ ഒരു സംഭവം മാറി തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യരുതായിരുന്നു.
സോ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ന്യായീകരിക്കാൻ ഇനി നിങ്ങൾ വരണ്ട. നിങ്ങളുടെ ന്യായീകരണം നമുക്കാർക്കും വേണ്ട. കാര്യം നിങ്ങൾ ചെയ്തത് അത്രമാത്രം തെറ്റായ ഒരു കാര്യമാണ്. ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ആ ക്രിക്കറ്ററെ നിങ്ങൾ വിളിച്ചു വരുത്തി സംസാരിപ്പിച്ചത്. ഓക്കെ, കേരളത്തെ പറ്റി പുള്ളി പുകഴ്ത്തി പറഞ്ഞു, വേണം എന്തുകൊണ്ട് പുള്ളി പറഞ്ഞൂടാ? കാര്യം പുള്ളി പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലുള്ള പിള്ളേർ വന്നിരിക്കുകയല്ലേ. അപ്പൊ കേരളത്തെ പറ്റി പുള്ളി പറയാം. കാരണം കേരളം അങ്ങനെ വളർന്നിരിക്കുകയാണെന്നാണ് ലോകത്തിന് മുമ്പിൽ നിങ്ങൾ തന്നെ തെളിയിച്ച് നമ്മുടെ മാനം കളയുകയാണ് മാനുഷ്യരുടെ. നിങ്ങൾ അതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തി സ്റ്റുഡൻസും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മാനമാണ് കളഞ്ഞത്. കേരളത്തെ മറ്റുള്ള തീവ്രവാദ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ആയി കൊടുത്തേക്കാം, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. സോ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ നിർത്തുക. നിങ്ങളുടെ എല്ലാ സ്വാർത്ഥ താല്പര്യം എപ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി ആയിരിക്കണം. ഇന്ത്യ നിങ്ങളുടെ ഒരു നിങ്ങൾ ജനിച്ചു വീണ, നിങ്ങൾ വളർന്ന, നിങ്ങൾ ഇത്രയും പഠിച്ച, നിങ്ങൾ ഇത്രയും വലിയൊരു ജോലി പൊസിഷനിലേക്ക് എത്തിയാൽ കാരണമായ ഒരു രാജ്യമാണ്. അതിനെതിരെ വരുന്ന ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തുക തന്നെ വരണം. എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാകിസ്ഥാൻ സുഹൃത്തുക്കളെ മാറ്റി നിർത്തില്ല. നിങ്ങളുടെ പാകിസ്ഥാൻ സുഹൃത്തുക്കളിലെ 90% എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഇന്ത്യയുമായിട്ട് ഒരു പ്രശ്നമില്ല. അവർ ഇന്ത്യക്കാരെ എല്ലാം നല്ല രീതിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ്. അവരെ കൂടെ നിർത്തിക്കോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യയെ കുറ്റം പറയുന്ന ഇതുപോലുള്ള ഷാഹിദ് അഫ്രീദി പോലുള്ള ആൾക്കാരെ വിളിച്ചിരുത്തി ഫംഗ്ഷന് മറ്റേ മൊമെന്റവും കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾ ആദരിക്കരുത്. അത്രേ എനിക്ക് പറയാവുള്ളൂ. ഓക്കെ.